ഓം ശാന്തി. 8/1/2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, ബാബയുടെ ഓർമ്മയിലിരുന്ന് സദാ ഹർഷിതരായിരിക്കൂ. ഓർമ്മയിലിരിക്കുന്നവർ വളരെ രമണീകവും മാധുര്യമുള്ളവരും ആയിരിക്കും. സന്തോഷത്തോടെ സേവനം ചെയ്യും. ഈ മുഴുവൻ കൽപ്പത്തിലെയും ഏറ്റവും സുന്ദരമായ ഫീലിംഗ് എന്നത് ബാബയുടെ ഓർമ്മയിൽ ലയിച്ചിരിക്കുന്ന ഫീലിംഗ് ആണ്. ആരാണോ ബാബയുടെ ഓർമ്മയിലിരിക്കുന്നത് അവർക്കാണ് സദാ ഹർഷിതമായി ഇരിക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ആരാണോ ബാബയെ പൂർണ്ണമായും വിശ്വസിക്കുന്നത്, ബാബയിൽ പൂർണ്ണ നിശ്ചയമുള്ളത്, അവർക്ക് തീർച്ചയായും ബാബ എന്തു പറയുന്നുവോ അതിലും നിശ്ചയമുണ്ട്. ബാബയാണ് പറഞ്ഞത്, നമ്മൾ ആത്മാക്കളാണ്, നമ്മൾ ആത്മാക്കൾ ബാബയുടെ സന്താനങ്ങളാണ്. ഈ ഡ്രാമ എന്നത് മംഗളകാരിയാണ്. ഈ ബ്രാഹ്മണ പരിവാരം എന്നതും നമ്മുടെ സ്വന്തം കുടുംബമാണ്. ആർക്കാണോ ഈ 4 തരത്തിലുള്ള നിശ്ചയവും പൂർണ്ണമായും ഉള്ളത് അവർക്ക് സുഖമായി ബാബയെ ഓർമ്മിക്കാൻ സാധിക്കും. അവർ തന്നെയാണ് രമണീകമായിരിക്കുന്നതും മാധുര്യം നിറഞ്ഞതും ആകുന്നതും. മാത്രമല്ല അവർക്ക് സന്തോഷത്തോടെ സേവനം ചെയ്യാനും സാധിക്കും. സേവനത്തിൽ വരുന്ന വിഘ്നങ്ങൾ അവരൊരിക്കലും ഫേസ് ചെയ്യുന്നില്ല. ബാബയാണ് അവർക്ക് വേണ്ടി വിഘ്നങ്ങൾ വിനാശപ്പെടുത്തി മുന്നോട്ടേക്ക് നയിക്കുന്നത്. ചോദ്യം: ജ്ഞാനത്തിൻ്റെ ലഹരിയോടൊപ്പം തന്നെ ഏത് ചെക്കിംഗ് ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ്? ഉത്തരം: ജ്ഞാനത്തിൻ്റെ ലഹരി ഉണ്ടാകുന്നു, എന്നാൽ ചെക്ക് ചെയ്യൂ, ആത്മ അഭിമാനി എത്രയിടം വരെയായി. ജ്ഞാനം വളരെ സഹജമാണ്, എന്നാൽ യോഗത്തിൽ മായ വിഘ്നം ഇടുന്നു. ഗൃഹസ്ഥ വ്യവഹാരത്തിലിരുന്ന് അനാസക്തരായിരിക്കണം. മായയാകുന്ന എലി ഉള്ളിൻ്റെ ഉള്ളിൽ തിന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ നമ്മൾ അറിഞ്ഞില്ല എന്ന സ്ഥിതി ഉണ്ടാകരുത്. തൻ്റെ നാഡി സ്വയം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ബാബയോട് നമ്മൾക്ക് സുദൃഢമായ സ്നേഹമുണ്ടോ? എത്ര സമയം നമ്മൾ ഓർമ്മയിൽ ഇരിക്കുന്നു? ജ്ഞാനം മനസ്സിലാക്കുന്നതിലൂടെ നമ്മൾക്ക് വളരെ സന്തോഷമുണ്ടായിരിക്കും, ലഹരിയുണ്ടായിരിക്കും. ആ ലഹരിയിലിരിക്കുക എന്നത് സഹജമാണ്, കാരണം ജ്ഞാനം മനസ്സിലാക്കുന്നതും സഹജമാണ്. എന്നാൽ ബാബ പറയുന്നു, ഈ ജ്ഞാനത്തിൻ്റെ ലഹരിയോടൊപ്പം സ്വയം ചെക്ക് ചെയ്യണം നമ്മൾ എത്ര ആത്മ അഭിമാനി ആയി എന്ന്. കാരണം യോഗത്തിലാണ് മായ വിഘ്നമിടുന്നത്. ജ്ഞാനത്തിൽ മായ വിഘ്നം കൊണ്ടുവരില്ല. നമ്മൾ വീട്ടിലും കുടുംബത്തിലും ഇരിക്കെ തന്നെ അനാസക്തരാകണം. ദേഹി അഭിമാനി അല്ലെങ്കിൽ ആത്മാ അഭിമാനി ആകുന്നു എന്നാൽ നമ്മളുടെ യോഗം ശക്തമാകും, കർമ്മേന്ദ്രിയങ്ങളെ ജയിച്ചവരാകും, അതായത് അനാസക്തരാകും. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ മായ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്, അത് നമ്മൾക്ക് അറിയാനേ സാധിച്ചില്ല. ഈ ഒരു സ്ഥിതി ഉണ്ടാകരുത്. അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ മായയ്ക്ക്, വികാരങ്ങൾക്ക് ഒരിക്കലും സ്ഥലം കൊടുക്കരുത്, സ്ഥാനം കൊടുക്കരുത്. സ്വയം ചെക്ക് ചെയ്യണം, നമ്മൾക്ക് ബാബയോടുള്ള സ്നേഹം വർദ്ധിച്ചു വരുന്നുണ്ടോ, അത് ശക്തമാകുന്നുണ്ടോ? കാരണം ബാബയോടുള്ള സ്നേഹം എത്ര കൂടുന്നുവോ അത്രയും നമ്മൾക്ക് ആത്മാ അഭിമാനി ആകുന്നതിനുള്ള ആഗ്രഹവും വർദ്ധിക്കും. ഒപ്പം നമ്മളുടെ യോഗത്തിൻ്റെ ചാർട്ട് നിലവാരം എത്രയുണ്ട് എന്നും നോക്കണം. യോഗം ഓരോ ദിവസം കൂടുന്തോറും ശക്തമാകണം, അതുപോലെ ആഴത്തിലുള്ളതും ആകണം. ഗീതം: എന്തുകൊണ്ട് ശലഭങ്ങൾ കത്തിയെരിയുന്നില്ല? ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. തൻ്റെ ബാഗേജ് എല്ലാം ട്രാൻസ്ഫർ ചെയ്ത് വളരെ സന്തോഷത്തോടും ലഹരിയോടും ഇരിക്കണം. മമ്മ ബാബയ്ക്ക് സമാനം സിംഹാസനസ്ഥരാകണം. വളരെ ഹൃദയപൂർവ്വം ഓർമ്മയിലിരിക്കണം. 2. ആരെയും പേടിച്ച് പഠിത്തമൊരിക്കലും വിടരുത്. ഓർമ്മയിലൂടെ തൻ്റെ കർമ്മബന്ധനത്തെ ഭാരരഹിതമാക്കണം. ഒരിക്കലും ദേഷ്യത്തിൽ വന്ന് നിയമം കയ്യിലെടുക്കരുത്.
ഒരു സേവനത്തിനും പറ്റില്ല എന്ന് പറയരുത്. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, തൻ്റേതായ എല്ലാം തന്നെ ബാബയ്ക്ക് നൽകണം. ബാബ അതെല്ലാം സത്തോ പ്രധാനമാക്കി 10 മടങ്ങായി നമ്മൾക്ക് തിരിച്ചു തരും. അതിനാൽ ഈ ഒരു ട്രാൻസ്ഫർ നടത്തി വളരെ സന്തോഷത്തോടും ലഹരിയോടും ഇരിക്കണം. മമ്മ ബാബ സിംഹാസനസ്ഥരാണ്. അവരാണ് 1ഉം 2ഉം സ്ഥാനത്തുള്ളത്. അവരെ പോലെ നമ്മളും സിംഹാസനസ്ഥരാകണം. വളരെ ഹൃദയപൂർവ്വം ബാബയുടെ ഓർമ്മയിൽ ഇരിക്കണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ആരോടുമുള്ള പേടി കൊണ്ട് പഠിത്തം ഉപേക്ഷിക്കരുത്. നമ്മളെ പഠിപ്പിക്കുന്നത് സ്വയം ഭഗവാനാണ്. ആ ഏറ്റവും സർവശക്തിവാനായ ഭഗവാൻ പഠിപ്പിക്കുമ്പോൾ നമ്മൾ നിസ്സാര കാര്യങ്ങൾക്ക് മൂല്യം കൊടുത്ത് ആ പഠിത്തത്തിൽ നിന്ന് വഞ്ചിതരാകരുത്. ഓർമ്മയിലൂടെ തൻ്റെ ഓരോ കർമ്മബന്ധനത്തെയും ഭാരരഹിതമാക്കണം. എന്തെങ്കിലും പാപഭാരം ഉള്ളതുകൊണ്ടാണ് കർമ്മബന്ധനം ഉള്ളത്. പാപം നശിക്കുന്നത് ബാബയുടെ ഓർമ്മയിലൂടെയാണ്. അതിനാൽ ഓർമ്മയിൽ ശ്രദ്ധ കൊടുത്ത് പാപഭാരം കുറയ്ക്കണം. ഒരിക്കലും ദേഷ്യത്തിൽ വന്ന് നിയമം കയ്യിലെടുക്കരുത്. ബാബ ഒരു മുരളിയിലും ഒരിക്കലും ആർക്കും നിയമം കയ്യിലെടുക്കുന്നതിനുള്ള പെർമിഷൻ അല്ലെങ്കിൽ അനുവാദം തന്നിട്ടില്ല. അതിനാൽ ഒരിക്കലും ദേഷ്യത്തിൽ വന്ന് നിയമം കയ്യിലെടുക്കരുത്. ഒരിക്കലും ഒരു സേവനത്തിനും ഇല്ല, പറ്റില്ല എന്ന് പറയരുത്. കാരണം ആരാണോ സേവനം നൽകുന്നത് അത് സ്വയം ഭഗവാനാണ്. ഭഗവാൻ അറിയാം നമ്മൾക്ക് തീർച്ചയായും ചെയ്യാൻ കഴിയും എന്ന്. അതിനാൽ നാ പറഞ്ഞ് നാസ്തികരാകരുത്. വരദാനം റോയലും സിമ്പിളും, അതായത് രാജകീയവും ലളിതവും രണ്ടിൻ്റെയും ബാലൻസിലൂടെ കാര്യം ചെയ്യുന്ന ബ്രഹ്മ ബാബയ്ക്ക് സമാനരായി ഭവിക്കട്ടെ. ഏതുപോലെ ബ്രഹ്മ ബാബ സാധാരണമായിരുന്നു, വളരെ ഉയർന്നതുമല്ല എന്നാൽ വളരെ താഴ്ന്നതുമല്ല. ബ്രാഹ്മണരുടെ തുടക്കം മുതൽ ഇപ്പോൾ വരെയുള്ള നിയമമാണ്, തികച്ചും സാധാരണവുമാകരുത് എന്നാൽ വളരെ റോയലും ആകരുത്, നടുക്കത്തേതായിരിക്കണം. ഇപ്പോൾ സാധനങ്ങൾ ധാരാളമുണ്ട്, സാധനം നൽകുന്നവരുമുണ്ട്. എന്നാലും എന്ത് ചെയ്യുകയാണെങ്കിലും മധ്യമത്തിൽ ചെയ്യണം. ഇവിടെ വളരെ രാജകീയ ആർഭാടമായിരിക്കുന്നു എന്നാരും പറയരുത്. എത്ര സിമ്പിളോ അത്രയും റോയൽ, അതായത് എത്ര ലളിതമോ അത്രയും രാജകീയം, രണ്ടിൻ്റെയും ബാലൻസ് ഉണ്ടായിരിക്കണം. ലാളിത്യവും വേണം, രാജകീയതയും വേണം. രണ്ടിൻ്റെയും ബാലൻസിന് ഉത്തമ ഉദാഹരണമായിരുന്നു ബ്രഹ്മ ബാബ. തുടക്കം മുതൽ അവസാനം വരെയുള്ള ബ്രാഹ്മണരുടെ നിയമമാണ്, അധികം രാജകീയ ആർഭാടം പാടില്ല, എന്നാൽ തീരെ സാധാരണവുമാകരുത്. ആ മധ്യമ നിലയിൽ, അതായത് ബാലൻസിൽ മുന്നോട്ട് പോകണം. ഒരിക്കലും വളരെ ആർഭാടകരമായിരുന്നു എന്നാരുടെയും വായിൽ നിന്ന് വീഴരുത്. ലാളിത്യത്തിൻ്റെയും രാജകീയതയുടെയും ബാലൻസ് ഉണ്ടാകണം. സ്ലോഗൻ: മറ്റുള്ളവരെ കാണുന്നതിന് പകരം സ്വയം നോക്കൂ, ഓർമ്മിക്കൂ, ഞാൻ എന്ത് കർമ്മം ചെയ്യുന്നുവോ നമ്മെ നോക്കി എല്ലാവരും ചെയ്യും എന്ന്. മറ്റുള്ളവർ എന്തു ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു, തെറ്റായി ചെയ്യുന്നുവോ ശരിയായി ചെയ്യുന്നുവോ എന്നതിൽ ശ്രദ്ധ കൊടുക്കുന്നതിലൂടെ നമ്മുടെ ശ്രദ്ധ നമ്മളിലേക്ക് വരുന്നതിന് പകരം മറ്റുള്ളവരിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ബാബ പറയുന്നു, മറ്റുള്ളവരിൽ ശ്രദ്ധ കൊടുക്കുന്നതിന് പകരം സ്വയം തന്നിൽ ശ്രദ്ധ കൊടുക്കൂ. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതുകൊണ്ടാണ് മറ്റുള്ളവർ ചെയ്യുന്നത്. ഈ സംഗമയുഗത്തിലെ മാത്രം കാര്യമല്ല, മുഴുവൻ കൽപ്പത്തിലും നമ്മൾ പൂർവിക ആത്മാക്കൾ, അതായത് പൂർവജർ എന്താണോ ചെയ്തിരുന്നത് അത് തന്നെയാണ് ലോകത്തിലുണ്ടായിരുന്ന മറ്റുള്ളവരും പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും ചെയ്തിരുന്നത്. അതിനാൽ ഈ കാര്യം എപ്പോഴും ഓർമ്മിക്കണം. നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നുവോ അത് തന്നെയായിരിക്കും നമ്മൾക്ക് പിന്നാലെ വരുന്നവർ ചെയ്യുന്നത്.
ഓം ശാന്തി.